നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ കുറച്ച് മുമ്പായിട്ട് മീനിൻ്റെ ഒരു കുളം നിർമ്മിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മുമ്പ് നിർമ്മിച്ച കുളത്തിൽ നമ്മൾ വലയാണ് യൂസ് ചെയ്തിരുന്നത്. അതായത് പക്ഷികളൊന്നും വരാണ്ട് മീൻ കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി വലയാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ ആ വല മാറ്റിയിട്ട് പായലാക്കിയിട്ടുണ്ട്. പായലാക്കുമ്പോൾ മീനുകൾക്ക് ഒന്നുകൂടെ നാച്ചുറൽ ഫീൽ വരികയും അതുപോലെ തന്നെ അത് ഒന്നുകൂടെ നല്ല രീതിയിൽ കുളത്തിനകത്ത് സഞ്ചരിക്കുകയും മുകളിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഒരു ഫിൽറ്ററിങ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിവ്യൂ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ 15 ദിവസത്തോളം കഴിഞ്ഞാണ് നമ്മൾ ഈ ഫിൽറ്റർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫിൽറ്ററിൽ 2 പോർഷൻസ് ആണ്. അതിൽ ഇൻ ഔട്ട് എന്ന് പറയുന്ന 2 പോർഷൻസ് ആണുള്ളത്. ഇന്നിൽ നമ്മൾ പോണ്ടിലുള്ള വെള്ളം അകത്തേക്ക് കയറ്റിയതിന് ശേഷം അത് ഫിൽറ്ററിങ് കഴിഞ്ഞ് ഔട്ടിൽ കൂടെ, അതായത് ഔട്ട് പോർഷനിൽ കൂടെ പുറത്തേക്ക് വരികയാണ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 4 ടോപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊക്കിയതിന് ശേഷം ഈ ഫിൽറ്ററിങ് സിസ്റ്റത്തിൻ്റെ ടോപ്പ് നമുക്കൊന്ന് ഊരിയെടുക്കാം. ഇതുപോലെ സിമ്പിളായിട്ട് ഊരിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ടോപ്പാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതിന് മുമ്പായിട്ട് നമുക്കൊരു 4 കാരിയർ വരുന്നുണ്ട് ഈ ഫിൽറ്ററിനകത്ത്. അതിൽ ടോപ്പ് കാരിയർ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ടോപ്പ് കാരിയറിൽ നമ്മളൊന്നും വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ആ കാരിയർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള 3 കാരിയറിന് ഒരു പിടിക്കാനുള്ള പിടിയുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള 3 കാരിയർ പൊക്കിയെടുക്കാം. പൊക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ ചെളിയാണ്. അപ്പോൾ ഈ ചെളി ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെയുള്ള ചെടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ 3 തെച്ചുകളുണ്ട്. അപ്പോൾ ഈ തെച്ചുകൾക്കാണ് നമ്മൾ ഈ വെള്ളം ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഈ ബക്കറ്റ് ഫിൽറ്ററിങ്ങിൻ്റെ ബക്കറ്റാണ്. ഇതിലുള്ള വെള്ളം നമ്മൾ ഈ 3 തെച്ചിക്കും ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഫിൽറ്റർ വരുന്നത് സോബോ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. സോബോയുടെ അക്വേറിയം എക്സ്റ്റേണൽ ഫിൽറ്ററാണ്. പക്ഷേ നമ്മളിത് കുളത്തിനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ആഴ്ച കൂടുമ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ 15 ദിവസം ആയതുകൊണ്ട് തന്നെ കുളത്തിൽ ഒരു മങ്ങിയ ഫീലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നത്. ഇതിന് 3 പാർട്ടാണ്. അതായത് ഈ 3 പാർട്ടിൽ ഏറ്റവും ടോപ്പിൽ ഇവിടെ വെച്ചിരിക്കുന്നത് സ്പോഞ്ചാണ്. സെക്കൻഡിൽ നമ്മൾ വെച്ചിരിക്കുന്നത് സെറാമിക്കാണ്. തേർഡിൽ വെച്ചിരിക്കുന്നത് നമ്മൾ കാർബണാണ്. ക്ഷമിക്കണം, സെക്കൻഡിൽ വെച്ചിരിക്കുന്നത് കാർബണാണ്, തേർഡിൽ വെച്ചിരിക്കുന്നത് സെറാമിക്കാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് മാറ്റി വയ്ക്കാം, ഓരോന്നോരോന്നായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്പോഞ്ച്, സെറാമിക്, കാർബൺ, അങ്ങനെ 3 ഫിൽറ്ററിങ് സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അതിൽ ഈ സ്പോഞ്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ പോണ്ടിൽ ഏകദേശം ചെളിയുടെ ഏകദേശം ഒരു 30% നമ്മൾ ഈ ഫിൽറ്ററിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്ത് കളയുമ്പം ഒരു ചെടിയുടെ മുകളിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വളമായിട്ട് തന്നെ ആ ചെടിക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ തെച്ചിയൊക്കെ വെക്കുമ്പം ഏകദേശം ഇത്ര വളർച്ചയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഇത് കൊടുത്തതിന് ശേഷം ഏകദേശം 1 മാസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്നുണ്ട്. ഇപ്പം സ്പോഞ്ച് നമ്മൾ ക്ലീൻ ചെയ്തു, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. സ്പോഞ്ച് മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഫിൽറ്ററിങ്ങിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ക്ലീനിങ്ങിൽ മാറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് ഓരോന്നായിട്ട്, ഇപ്പോൾ സെറാമിക് ആണ് എടുത്തിരിക്കുന്നത്. സെറാമിക് നമുക്ക് ഈ ബക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ഈ ബക്കറ്റിൽ വെള്ളം നിറച്ചുകൊണ്ട് നമുക്ക് ഈ സെറാമിക് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇനി ക്ലീൻ ചെയ്ത വെള്ളം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സെറാമിക് അതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സെറാമിക് ഇടുന്ന കാരിയർ നമുക്കൊന്ന് വാഷ് ചെയ്യാം. ഈ കാരിയർ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെറാമിക് അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാം.
ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കാർബൺ ആണുള്ളത്. ഇപ്പോൾ ഈ കാർബണും നമ്മൾ സെറാമിക് വാഷ് ചെയ്ത പോലെ തന്നെ ഈ ബക്കറ്റിനകത്ത് ആക്കിയിട്ട് വെള്ളം നിറച്ചുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യാം. ഈ വരുന്ന വേസ്റ്റ് വെള്ളം എല്ലാം ചെടികൾക്ക് നല്ലതാണ്. പച്ചക്കറികൾ വളർത്തുന്നുണ്ടെങ്കിൽ, അതുപോലെ പൂച്ചെടികൾ വളർത്തുന്നുണ്ടെങ്കിൽ എല്ലാം ഈ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കാരിയറും ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ കാരിയർ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഈ കാർബൺ അതിലേക്ക് ഒന്നുകൂടെ വൃത്തിയാക്കി കഴുകിക്കൊണ്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കാരിയറിൽ നമ്മൾ സെറാമിക് വെച്ചു, രണ്ടാമത്തേൽ കാർബൺ വെച്ചു. ഇനി മൂന്നാമത്തേൽ സ്പോഞ്ചാണ് വെക്കാനുള്ളത്. അപ്പോൾ സ്പോഞ്ച് വെക്കുന്ന കാരിയർ നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്. സ്പോഞ്ച് ഓൾറെഡി ആദ്യം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഫിൽറ്ററിങ്ങിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്പോഞ്ചും ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം സെറാമിക്കും കാർബണും സ്പോഞ്ചും നമ്മളിപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഏറ്റവും ടോപ്പിലുള്ള ഒരു കാരിയറും കൂടെ ക്ലീൻ ചെയ്തിട്ട് ഫിൽറ്ററിങ് സിസ്റ്റം നമ്മൾ മാറ്റി വയ്ക്കാൻ പോവാണ്. ഇപ്പോൾ ഫിൽറ്ററിങ് സിസ്റ്റം എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അത് പഴയ പോലെ തട്ടായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള വെള്ളം എല്ലാം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അടുത്ത ലെവലിൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മറ്റ് ഭാഗങ്ങളാണ്. അപ്പോൾ ഫിൽറ്ററിങ് സിസ്റ്റം ആയിട്ടുള്ള കാർബൺ, അതുപോലെ സെറാമിക്, അതുപോലെ സ്പോഞ്ച് എല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചു. ഇനി ഫിൽറ്ററിങ് സിസ്റ്റത്തിൻ്റെ ടെക്നിക്കൽ ഭാഗങ്ങളാണ് നമ്മളിപ്പം ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ഫിൽറ്ററിങ് സിസ്റ്റത്തിൻ്റെ UV ലൈറ്റിൻ്റെ പോർഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് UV ലൈറ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ നമ്മൾ UV ലൈറ്റിൻ്റെ ഏറ്റവും ടോപ്പിലെ ലെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ നോക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ ചെളി കാണുന്നുണ്ട്. ഇതിനകത്തു കൂടെയാണ് വെള്ളം കയറി വന്നിട്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ ചെളി കുടുങ്ങിക്കഴിഞ്ഞാൽ തന്നെ വെള്ളത്തിന് കയറി പോകാൻ പ്രയാസമായിരിക്കും. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ലെയറാണ് ഇത് വാട്ടർ പ്രൂഫിംഗ് ആണ്. നമ്മളിതും ഊരാൻ പോവുകയാണ്. ഇത് ഊരിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്ടർ പ്രൂഫിംഗ് ആണ്. അതുപോലെ ഇനി ഏറ്റവും അടിയിലായിട്ടുള്ളതാണ് നമ്മുടെ UV ലൈറ്റ്. ഈ UV ലൈറ്റ് യൂസ് ചെയ്യുന്നത് പായൽ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഈ വലിയൊരു പോണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു UV ലൈറ്റ് കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഏകദേശം ഒരു 60% പായൽ നമുക്ക് ഈ കുളത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്, ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ടോപ്പ് ലെയറെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ടോപ്പ് ലെയറെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ നമുക്ക് അടുത്ത ലെയറായിട്ടുള്ള ഒരു ഗ്ലാസ് ലെയർ ഉണ്ട്, അതുകൂടെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഫിൽറ്ററിങ് സിസ്റ്റത്തിൻ്റെ ഏത് ഭാഗം ക്ലീൻ ചെയ്യുമ്പോഴും അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ ചെടികൾക്ക് വളമായിട്ട് യൂസ് ചെയ്യാം. ഇനി നമ്മൾ അടിക്കാൻ പോകുന്നത് ഇതിൻ്റെ മോട്ടോറാണ്. മോട്ടോർ കറങ്ങുന്ന മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്, അത് നമ്മളിത് ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം സ്ക്രൂ വെച്ചിട്ട് അഴിച്ചിട്ട് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അത് പൊക്കിയെടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതിൻ്റെ ഒരു മോട്ടർ ഇവിടെ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് എടുത്തിട്ട് കറക്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അതിന് മുമ്പ് ഈ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തതിന് മുമ്പ് ഇപ്പം ഈ വാട്ടർ പ്രൂഫിംഗ് ഇടണം, അല്ലെങ്കിൽ അതിനകത്തോട്ട് ഇലക്ട്രിക്കൽ ഭാഗങ്ങളിലേക്ക് വെള്ളം കയറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇനി ഇത് ക്ലീൻ ചെയ്യാം.
അപ്പോൾ ക്ലീനിങ് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോട്ടർ തിരിച്ചിടാം. ഇൻസേർട്ട് ചെയ്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യു ലൈറ്റ് മോശമില്ലാണ്ട് കത്തുന്നുണ്ട്. ഈ ഒരു ലൈറ്റ് കൊണ്ടാണ് ഈ കുളത്തിലെ പായലെല്ലാം നശിച്ചു പോകുന്നത്. ആൽഗെ എന്ന് പറയും, ആൽഗെ നശിച്ചു പോകുന്നത്. ടോപ്പ് ലെയറിൽ കാണുന്ന പായലല്ല, പച്ചനിറം മാറുന്നതിനുള്ള പായലാണ് നമ്മളിത് നശിപ്പിക്കുന്നത്. ഇപ്പം നമ്മളെ UV ലൈറ്റും മോട്ടോറും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തു. അപ്പോൾ ഇതിൽ ഇപ്പോൾ സെറാമിക്, കാർബൺ, അതുപോലെ സ്പോഞ്ച് എല്ലാം നമ്മളിപ്പം അടുക്കി ലെയറിലായിട്ട് വെക്കാൻ പോവുകയാണ്. ഏറ്റവും അടിയിൽ വെച്ചിരിക്കുന്നത് സെറാമിക്കും, അതിന് മുകളിൽ കാർബണും, അതിൻ്റെ മുകളിൽ സ്പോഞ്ചുമാണ് വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യാനായിട്ട് ക്ലിപ്പായിട്ട് താഴെ വരുന്നുണ്ട്. ആ ക്ലിപ്പെല്ലാം നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ബക്കറ്റ് എടുത്തിട്ട് ബക്കറ്റിനകത്തോട്ട് കറക്റ്റ് മാച്ച് ആവുന്ന രീതിയിൽ ഇത് ഇറക്കി വെക്കാം. ഫിൽറ്ററിൻ്റെ ആ ഒരു പിടി എടുത്തിട്ട് നമ്മൾ താഴേക്ക് പതുക്കെ ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് ആ പിടി താഴേക്ക് മടക്കിക്കൊണ്ട് ടോപ്പ് ലെയറും നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് ഫിൽറ്റർ ക്ലോസ് ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇത് അക്വേറിയത്തിന് മാച്ച് ആയിട്ടുള്ള ഫിൽറ്ററാണ്. പക്ഷെ നമ്മളിത് പോണ്ടിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. അതിൽ ഒരു 60% മാത്രമേ സക്സസ് ആയിട്ടുള്ളൂ. കാരണം ആൽഗെ, അതായത് പച്ചനിറം അധികം കുറഞ്ഞു വരുന്നില്ല നമ്മൾ പോണ്ടിൽ. എന്നാലും മീനുകളെ കാണാൻ സാധിക്കും. അതായത് സാധാരണ 2 ദിവസം കൊണ്ട് വരുന്ന ഒരു ആൽഗെ ഏകദേശം ഒരു 2 ആഴ്ചയോളം പിടിച്ചിട്ടാണ് പതുക്കെ നിറം കൂടി വരുന്നത്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് രണ്ടാമത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ആ കുളം ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നമുക്ക് വാട്ടർ ഒന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ ഇതെടുത്തിട്ട് കുളത്തിൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് ബാക്കിയുള്ള കണക്ഷൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഔട്ട് ഒന്ന് കൊടുത്തു നോക്കാം. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഔട്ട്, അതുപോലെ ലെഫ്റ്റ് സൈഡിലാണ് ഇന്ന് വരുന്നത്. ഈ ഫിൽറ്ററിംഗ് സിസ്റ്റം റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഏകദേശം ഒരു 5000 ലിറ്റർ താഴെയുള്ള പോണ്ടിനാണ്. പക്ഷെ നമുക്കിത് 5000 ലിറ്ററിനേക്കാളും കൂടുതലുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ സക്സസ് റേറ്റ് കുറയുന്നത്. ഏകദേശം വാങ്ങിച്ചിട്ട് ഇപ്പോൾ 3 മാസമായിട്ടുണ്ട്. യാതൊരു പ്രോബ്ലം വന്നിട്ടില്ല, കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. സോബോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് ഈ പ്രൊഡക്റ്റ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നോ അല്ല. നമ്മുടെ ഈ പോണ്ട് നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. ഫിൽറ്ററിംഗ് സിസ്റ്റത്തിൻ്റെ റിവ്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉള്ളവർക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പമ്പ് ചെയ്തിട്ട് നമ്മളിപ്പം വാട്ടർ സക്സസ് ആയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുളത്തിൻ്റെ തന്നെ മറ്റ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം, മറ്റൊരു വീഡിയോയിൽ കാണാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തായിട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും.